അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. 45-കാരനെ കാറിടിച്ച് വീഴ്ത്തി നിർത്താതെ പോയ കേസ് അന്വേഷണം. ചെങ്ങന്നൂർ പോലീസ് അട്ടിമറിക്കുന്നതായി പരാതി. ഇടിച്ചിട്ട കാർ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മെയ് 11-ാം തീയതി രാത്രിയായിരുന്നു പുലിയൂർ സ്വദേശി അനിൽകുമാറിനെ കാറിടിച്ച് നിർത്താതെ പോയത്. അപകടത്തിൽ വലത്തേക്കാൽ ഒരു വിരൽ മുറിച്ചു മാറ്റുകയും 3 വിരലുകളുടെ സ്വാധീന ശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അനിൽകുമാറിന് ജോലിക്ക് പോകാൻ പോലും കഴിയാതെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാനും മോനും കൂടെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പിറ്റേന്ന് പറഞ്ഞു വണ്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ബൈക്ക് ഞങ്ങളവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കയറി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് നമ്പരൊന്നും എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഞങ്ങൾ തിരക്കട്ടെ. അപ്പോൾ വേറൊരു സാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചോളാം. മനീഷ് മെഹ്മാലുണ്ട്. മനീഷ്, കഴിഞ്ഞ മെയ് 11-ാം തീയതി നടന്നൊരു അപകടമാണ്. ആ ഒരു കുടുംബത്തിന് തന്നെ മറ്റൊരു ആശ്രയമില്ലാത്ത തരത്തിൽ അവർക്ക് വരുമാനമില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു, വലിയ പരിക്കേറ്റു, ജീവിതം തന്നെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് പോലും പോലീസ് എന്തുകൊണ്ടാണ് കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ ഇങ്ങനെ ഉഴപ്പിക്കളിക്കുന്നത് മനീഷ്? ഷിഹാസ്, കഴിഞ്ഞ മാസം അതായത് മെയ് മാസം 11-ാം തീയതിയാണ് KCBയിലെ താൽക്കാലിക ജീവനക്കാരനായ അനിൽകുമാർ 45 വയസ്സാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സ്വിഫ്റ്റ് കാർ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. കാലിന്റെ 3 വിരലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു, അസ്ഥി അടക്കം ഒടിഞ്ഞു, ഒരു വിരൽ ശസ്ത്രക്രിയയിൽ മുറിച്ചു മാറ്റുകയും ചെയ്തു. മുഖത്തടക്കം വലിയ പരിക്കുണ്ടായി, പ്ലാസ്റ്റിക് സർജറി അടക്കം ചെയ്യണം. നിലവിൽ അനിൽകുമാറിന്റെ വരുമാനം നിലച്ചതോടെ കുടുംബം വലിയ കഷ്ടത്തിലാണ്. 1 മാസങ്ങൾക്ക് മുൻപായിരുന്നു അനിൽകുമാറിന്റെ മൂത്ത മകളുടെ വിവാഹം. അതിന് ഒട്ടേറെ കടങ്ങൾ വാങ്ങിയായിരുന്നു വിവാഹം കഴിപ്പിച്ചത്. അതിന് സ്വകാര്യ ബാങ്കിൽ നിന്നടക്കമുള്ള മാസത്തവണകൾ കൊടുക്കേണ്ട പലിശയുടെ മാസത്തവണകൾ ഇതിനോടകം തന്നെ മുടങ്ങി. അനിൽകുമാറിന്റെ ഇളയ മകൾ ഒരു നഴ്സാണ്, ഒരു ആയുർവേദ നഴ്സാണ്. ആ അനിൽകുമാറിന് ഈ അസുഖം ഇത്തരത്തിലുള്ള പരിക്ക് വന്നതുകൊണ്ട് തന്നെ പരിപാലിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് മകൾക്ക് ജോലിക്ക് പോകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കുടുംബത്തിന്റെ ജീവിതം വഴിമുട്ടി പ്രതിസന്ധിയിലായ ഘട്ടമാണ്. ഇപ്പോഴാണ് മാവേലിക്കര പോലീസിലെ, ചെങ്ങന്നൂർ പോലീസിൽ മാത്രമല്ല, സംഭവം നടന്നത് മാവേലിക്കര തട്ടാരമ്പലത്ത് വെച്ചാണ്. മാവേലിക്കര പോലീസിലും ചെങ്ങന്നൂർ പോലീസിലും ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് 1 മാസമാകുമ്പോഴും ഒരു മാസമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഉത്തരവാദിത്തത്തോടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ നടപടി ഇനിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് നമുക്കും ആവശ്യപ്പെടാനുള്ളത്.